നമസ്കാരം. മാസഫലം ഫെബ്രുവരി മാസഫലത്തിൽ ഇടവൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ചിലവുകൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ, നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ബഡ്ജറ്റുകളിലുള്ള ചിലവുകളാണ് വന്നു ചേരുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുക. അലസത ഇല്ലാതെ മടിയെല്ലാം മാറ്റിവെച്ച് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നല്ലൊരു വിജയമുണ്ടാക്കുവാൻ സാധിക്കും. പണത്തിൻ്റെ അഭാവം മൂലം നിങ്ങളുടെ ചില ജോലികൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ മുടങ്ങേണ്ടി വരുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിങ്ങൾ അതായത് ബിൽഡിംഗ് എല്ലാം പണി ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ ആദ്യമേ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് ഈ രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം അവർക്ക് അതിനൊരു ഷോർട്ടേജ് വരികയും പണി മുടങ്ങേണ്ടി വരിക, അവർക്ക് അതിൻ്റെ രീതിയിലുള്ള അപവാദങ്ങൾ കേൾക്കുക, നഷ്ടങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ, നഷ്ടമല്ല വരുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് പ്രതീക്ഷിക്കുന്ന ചിലവ് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് മറിച്ച സാമ്പത്തികം, അല്ലെങ്കിൽ ആ രൂപ അവർക്ക് വേണമെന്ന് പറഞ്ഞ് ധൃതി കാണിക്കുകയും വേറൊരു പൈസ എടുത്ത് കൊടുക്കുകയും നിങ്ങളതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് നിരാശ അനുഭവങ്ങൾ, അതായത് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ നിരാശ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. പെട്ടെന്നുള്ള ജോലിഭാരം മൂലം, അതിൻ്റെ സമ്മർദ്ദം മൂലമെല്ലാം ടെൻഷൻ കൂടുകയും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ ചതിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ വളരെ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധ പാലിക്കുക. നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമുക്ക് ദോഷകരമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ നമുക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. വസ്തു സംബന്ധമായിട്ടും വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. പരിഹാരങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഒരു മാസം ചെയ്തു പോവുക. കാരണം സാമ്പത്തികപരമായിട്ടാണ് നമുക്കൊരു വീഴ്ച കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു മാസം തന്നെയാണ്. ഇടവൻ രാശിക്കാർക്ക് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സന്തോഷകരമായിട്ട് ഈ ഒരു മാസം കൊണ്ടുപോകാൻ സാധിക്കാതെ വരും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അവരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിതം സന്തോഷകരമായി പോകാൻ സാധിക്കും. നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ ബിസിനസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ നമ്മൾ അതിനുള്ള റിയാക്ഷൻ കാണിക്കുകയും അപ്പോൾ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു, സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കൈകാര്യം ചെയ്യുക. നമുക്കുണ്ടാകുന്ന ടെൻഷനും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും എല്ലാം കുടുംബത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു പ്രവൃത്തി കുടുംബത്തിനുള്ളിൽ കാണിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിനുള്ളിൽ മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് കൂടാതെ ഈ ഒരു സമയത്ത് നമ്മളൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാധീനവും കഴിവും അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചയും നേട്ടവും എല്ലാമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതായത് പഴയകാല സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സഹായം ധൈര്യമായിട്ട് ചോദിക്കാം. അവരിൽ നിന്ന് സഹായം ഉണ്ടാകുകയും ഇതിനെ നമുക്ക് അതിന് മറികടക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ
എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കുടുംബപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസമാണ്. പിരിഞ്ഞിരിക്കുക, അകന്നിരിക്കുക, പിണങ്ങി മാറി നിൽക്കുക, ഇങ്ങനത്തെ ഒരു അവസരമെല്ലാം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടത് നല്ലത് തന്നെയാണ്. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ധനം ചിലവാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ആദ്യമേ പറഞ്ഞ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനച്ചിലവാണ്. അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ ധനമെല്ലാം ചിലവാക്കേണ്ടി വരും. ഈ ഒരു മാസത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി നിത്യവും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഫെബ്രുവരി മാസത്തിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഗണപതി ഭഗവാനെ ഒരു പുഷ്പാഞ്ജലിയെല്ലാം എല്ലാ ദിവസവും എടുത്ത് തൊഴുത് പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനൊരു കറുകമാലയോ അല്ലെങ്കിൽ നാരങ്ങമാലയോ ഇതെല്ലാം അർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തന്നെ ഭഗവാനൊരു നാളികേരം വാങ്ങിച്ച് നമ്മൾ ആ നടക്കി വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിഘ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ നാളികേരം എടുത്ത് പൊട്ടിച്ച് നമ്മുടെ വിഘ്നങ്ങൾ മാറ്റി തിരിച്ച് നമ്മുടെ കർമ്മരംഗത്തോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നിത്യവും ക്ഷേത്ര ദർശനം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഈ മാസം ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക.